ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ വന്നേക്കണേ എന്താണെന്നല്ലേ എല്ലാവരും ആലോചിക്കണേ. അപ്പോൾ ആരും അതിശയിക്കണ്ട, ഞാൻ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അതെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളീസ് ആരും ഉപയോഗിക്കാത്തൊരു സാധനമാണ് എനിക്ക് കൈ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ സാമ്പാർ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതെൻ്റെ അടുത്തോട്ടിൽ തോന്നിയ സാധനമാണ്. ആരെങ്കിലും ഉണ്ടാക്കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് തരണം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ആലോചിച്ചു എന്നാൽ അത് വെച്ചിട്ട് നമുക്കൊരു ഫുൾ വീഡിയോ ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊന്ന് കാണണ്ടേ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഞാൻ അത് വെച്ചിട്ടൊരു ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനെന്തൊക്കെ വേണം നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം ഞാൻ പറഞ്ഞ ആ കഥയിലെ നായകൻ നമ്മുടെ ക്യാരറ്റ് പോലെ ഇരിക്കുന്ന ഈ വൈറ്റിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വേണം. പിന്നെ തക്കാളി, നമ്മുടെ സ്വന്തം നാട്ടുമ്പുറങ്ങളിൽ കിട്ടുന്ന കപ്പങ്ങ, ഓമയ്ക്ക, അങ്ങനെയൊക്കെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് വേണം. പിന്നെ നമ്മുടെ സവാള, പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടണം നമ്മുടെ കറിവേപ്പില. നമ്മളെല്ലാവരും കറിയിലെല്ലാത്തിനും ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റമാണ്. പക്ഷേ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിന് ഒരു കളയും. പക്ഷേ ഈ ഒരു സാധനം ഇല്ലാതെ ഒരു കേരളീയർക്ക് ഒരു കളിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലും. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി അതിനകത്ത് നമ്മുടെ പരിപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കട്ടോ കുക്കറിലിട്ട് ഒരു വിസിൽ അടിച്ചാൽ മതി. ആ ഒരു വിസിൽ അടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ. ഇത് വെച്ചിട്ട് നല്ല ആലു പൊറോട്ട അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒന്ന് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്കും അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട്. ഞാൻ അങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പം ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കൂടി എന്നെ സഹായിക്കാനൊന്നും ഒരാളും കൂടെ ഉണ്ട്. ഇതെൻ്റെ ഞാൻ ഇതിനകത്ത് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മോളെ വെച്ചിട്ട്. ഇതെൻ്റെ സ്വന്തം മോള് ആരാധ്യ. അപ്പം ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇവളെയും കാണാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഏതായാലും വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വീട്ടിലിരിപ്പായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എല്ലാവരും ചെയ്യാറുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കിയിട്ട് എന്നാൽ ചെയ്യാം. യൂട്യൂബിലായാലും യൂട്യൂബിലും ഫേസ്ബുക്കും നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പം ഇനി നല്ല നല്ല ഷൂട്ടും കാര്യങ്ങളും വരുവാണെങ്കിൽ നല്ല ഷൂട്ടുകൾ ചെയ്യും. അല്ലാതെ ഉള്ള ഷൂട്ടുകളും കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം അറിയാമല്ലോ. അതുകൊണ്ടാണ് മോളുടെ കാര്യങ്ങളും എനിക്ക് ഇവളെ ഇട്ടെറിഞ്ഞ് വെച്ച് പോയി നിൽക്കലും കാര്യങ്ങളൊന്നും ഒരു സ്ഥലത്തും പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പം മോളും ചേട്ടനും തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറയണമല്ലോ. ഈ സാധനം വേവുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിന് ഐറ്റംസ് വേവിക്കുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തന്നെ ഞാൻ പറഞ്ഞില്ല. ബാക്കിയുള്ള സാധനങ്ങൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ ഓമയ്ക്ക അഥവാ കപ്പങ്ങ വെച്ചിട്ട് നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു തോരൻ ചെയ്യാം. അതൊക്കെ എല്ലാവരും ചെയ്യണം, കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യണ സാധനം തന്നെയാണ്. അപ്പം ഞാനെന്തായാലും നമുക്ക് ഉച്ചത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ചുമ്മാ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് ചുമ്മാ ഒരു വീഡിയോ ആക്കി വെക്കാം. അപ്പോൾ മോളും പറഞ്ഞു, മോള് ഭയങ്കര സപ്പോർട്ടാട്ടോ. മോള് വീട്ടിൽ ചേട്ടനെല്ലാം സപ്പോർട്ടാണ്. ചെയ്യാത്ത ഒരു കുറ്റം മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ചമ്മലും കാര്യങ്ങളാണ്. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. എങ്ങനെയാണ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്നുള്ളത് നമുക്ക് അറിയില്ലാത്ത കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരുടെ മറ്റേ പൊതുവെയുള്ള പ്രതികരണം എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങാതിരുന്നത്. പിന്നെ ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞു, എന്തിനാ കാണുന്നതും കണ്ടിട്ട് കുറ്റം പറയുന്നതും കുറ്റം പറയട്ടെ. നമുക്കിടെ ഇതെന്താന്ന് നമ്മളെ കുറേ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിടെ ഒരു വീഡിയോ ആണെങ്കിലും പുറത്ത് വരുന്ന ആൾക്കാർ കാണാൻ വേണ്ടി ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പറഞ്ഞു കാട് കയറണ്ട. നമുക്ക് ഈ സാധനം ഒന്ന് നമ്മുടെ ഗ്രേറ്ററിൽ മറ്റേ ഇതില്ലേ എന്താ പറയുക, നമ്മൾ ക്യാബേജൊക്കെ പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. അപ്പം ഞാനത് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ കൂട്ട് റെഡിയാണ്, സാമ്പാറിനുള്ള കൂട്ട് റെഡിയാണ്.
അപ്പം അതുപോലെ തന്നെ നമ്മുടെ കപ്പളങ്ങ അരിഞ്ഞതും, തേങ്ങ, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചത്. അപ്പോൾ ഇത്രയും ഇത് ചേർക്കാനുള്ളത് സെപ്പറേറ്റ് ആട്ടോ, ചെറിയ തോരനുള്ളതാണ് കേട്ടോ, രണ്ടും കൂടെ ആയിട്ട് കൂട്ടി കലർത്തണ്ട. അപ്പം നമ്മൾ തോരനുള്ള പരിപാടി നോക്കാം ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഗ്യാസ് എത്തിച്ച് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഐശ്വര്യമായിട്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ വില കൂടിയത് കാരണം ഞാൻ പകരം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ ചിലവ് ചുരുക്കാം. അത് നമ്മുടെ തോരനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ഞാനിത് കാണിച്ചു തരാം കേട്ടോ, ആരും പേടിക്കണ്ട. നമ്മുടെ പാനിലേക്ക് നമ്മുടെ കടുക്, പൊട്ടിത്തെറിക്കാനുള്ള കടുക്, ബോംബ് സ്ഫോടനം വേണം. നമുക്ക് ഹെൽമെറ്റൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറേ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം കടുക് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചേർക്കാനുള്ള കടം, നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇടികല്ലിൽ ഇങ്ങനെ ഇടിച്ച് 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 എടുത്ത വെളുത്തുള്ളി, ചെറിയുള്ളി മിക്സ്, പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച്. അതൊരു പ്രത്യേക സ്മെല്ലുമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര രസമാണ് അതിൻ്റെ സ്മെല്ല്. പിന്നെ അതിനകത്ത് നമുക്ക് വേണ്ട നമ്മുടെ കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിതിനകത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ കടുക് പൊട്ടിത്തെറിച്ച് തുടങ്ങി. കടുക് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇതേ നമ്മൾ സ്വന്തം മെതുവാ ലച്ചു. അപ്പം നമ്മളിതേ കണ്ടോ, ഇത് നമ്മുടെ വെളുത്തുള്ളി ചെറുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് മൂത്ത് വരണം. വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചതച്ച മുളക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചതച്ച മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് എന്ത് ചേർക്കാൻ പോകുന്നു? ഒരു സ്വല്പം മുളക് പൊടി. അതിന് തെറ്റിദ്ധരിക്കണ്ട, നമ്മുടെ കേരളീയറിന് എരിവില്ലാണ്ട് എന്ത് കളി അല്ലേ? ഒരു ശകലം മതി കേട്ടോ. അതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല, നല്ല സ്മെല്ലുണ്ട്. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മുടെ ഇതങ്ങോട്ട് ചേർക്കുക. മെതുവായി പയ്യെ ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളം ചേർക്കണ്ട കേട്ടോ. കപ്പങ്ങയിൽ ഓൾറെഡി ഒരു വേവാനുള്ള വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം ആ ഒരു എണ്ണയിൽ തന്നെ കിടന്ന് ഒന്ന് മൂത്ത് കിട്ടണം. പിന്നെ ചെറിയ ചുമയൊക്കെ ആയതുകൊണ്ട് പേടിക്കണ്ട, കൊറോണയൊന്നുമല്ല. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹൃദയം ക്ഷമിച്ചു കൊള്ളുക. ഇങ്ങനത്തെ നോസിപ്പാനാകുമ്പോഴല്ലോ ഇളക്കാൻ ഭയങ്കര മല്ല. നമ്മുടെ ഇരുമ്പിൻ്റെ തട്ടിലൊക്കെ വളച്ച് ഒരു ഇളക്ക് വയ്ക്കും, സൂപ്പറായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് സ്വല്പം ഇതൊന്നും എന്താണെന്ന് പോലും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എൻ്റെ ഫേസ് ആയിട്ടില്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി
അപ്പോൾ നമ്മുടെ തോരനുള്ളത് കൂട്ട് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ ഫൈനൽ പരിപാടി ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ചേർക്കുകയാണ്. വേണമെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിലവർക്കൊക്കെ ചാറ് കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഈ പുളിയിൽ നിന്ന് തന്നെ, അതായത് ചോറിൽ ഒഴിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒഴിച്ചാൽ അങ്ങ് കൊച്ചി ചെല്ലണം. അമ്മാതിരി ചാറയ്ക്ക് ആവശ്യമുള്ള ആൾക്കാർ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ സാമ്പാറിൽ ആയക്കൂടി യൂസ് ചെയ്യുന്നത് സാമ്പാർ പൊടി, ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി അങ്ങനെ യൂസ് ചെയ്യണേ. അപ്പം എനിക്കെന്താണെന്നറിയില്ല, ആ ഒരു സാമ്പാർ പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി വേറെ ഒന്നുമില്ല. ഞാൻ വേറെ ഒരു പൊടികൾ അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി വേറെ ഒന്നുമില്ല. ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ. എൻ്റെ ചേച്ചി ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് സാമ്പാർ ഉണ്ടായത്. ഞാൻ മറ്റേന്ന് വെച്ചാൽ മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി പാക്കിയൊക്കെ ഇടുമായിരുന്നു. പക്ഷേ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണെങ്കിൽ ആ പൊടി മാത്രം മതി. അതെൻ്റെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ. അപ്പം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരാളെ എങ്ങനെ മിസ് ചെയ്യും, അവളിവിടെ ഇല്ല. അപ്പം അവരാണെങ്കിൽ എന്തായാലും നന്നായിരിക്കട്ടെ. അപ്പം നമ്മൾ എന്ത് സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി. അപ്പം നമ്മൾ ചേർക്കുന്ന പൊടികളുടെ കണക്കിൽ സാമ്പാറൊക്കെ എൻ്റെ വീടുകളിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കണ കണ്ടുപിടിച്ചതാണ്. പിന്നെ ഈ സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സ്പെഷ്യലൊരു സാധനം ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ എന്തെങ്കിലും നമുക്കറിയില്ല, ആ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇതിനകത്തേക്ക് അതിനിടയ്ക്ക് ഇത് ചെയ്യുന്നില്ല, നമ്മുടെ ഉപ്പ് ചേർക്കാനുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എന്തോ ഒരിച്ചിരി ഉപ്പ് കുറവുണ്ടോ എന്നൊരു സംശയം. അപ്പം അതുകൊണ്ട് ലേശം ഉപ്പ് നമുക്ക് ചേർക്കാം. കാരണം നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചാണ്. നമ്മൾ ആദ്യം കഷ്ണം വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ പുളിയൊക്കെ ചേർത്ത് ശകലം വെള്ളമൊക്കെ ചേർത്തു. പിന്നെ എൻ്റെ കറി എപ്പോഴും ഒരു ഇങ്ങനെ കുറുകുറാന്നിരിക്കുന്ന കറിയാണ് എനിക്ക് വലിയ താല്പര്യം. കുഴപ്പമില്ല. അപ്പം നമുക്കിനി പൊടികളെല്ലാം മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് എത്തിക്കാം കേട്ടോ. പല സ്ഥലത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ കറികൾ ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടങ്ങളിലൊക്കെ സാമ്പാർ നമ്മൾ എൻ്റെ കപ്പങ്ങ തോരൻ ഇവിടെ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കളർഫുള്ളൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല, ആവറേജ് കഴിക്കുക. സ്വന്തം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കപ്പങ്ങ അങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, നല്ലതാണ്. കുഴപ്പമില്ല. അപ്പം നമ്മുടെ സാമ്പാർ വേറെ ചമർപ്പ് കറിയൊന്നുമില്ലാട്ടോ. നമ്മൾ ആ സാധനം ചേർത്ത് കഴിഞ്ഞാൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കണം ആ എക്സ്പ്രഷൻ. നമ്മൾ ചമർപ്പുണ്ടെങ്കിലും എന്താണെങ്കിലും അത് നിങ്ങളും കൂടെ അറിയണം. ഫോൾട്ട്, അതായത് ഉണ്ടാക്കി വിജയിച്ചാലും തോറ്റാലും നിങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ചെയ്ത്. പക്ഷേ കുഴപ്പമില്ല, നല്ല കേട്ടോ. വേറെ ടേസ്റ്റ് ഇതൊന്നുമില്ല. നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഓ, ഒന്നുകൂടെ തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള സാധനം എടുക്കും. കടുക് പൊട്ടിക്കാനുള്ള സൗകര്യം എടുക്കും. എൻ്റെ അസിസ്റ്റന്റ് ഇവിടെ ആ ചെറിയ കടുക് കളിക്കുന്ന സാധനം എടുക്കും.
അപ്പം ഇതിങ്ങനെ ഫുൾ വീഡിയോ ലെങ്ത് ആണ് കേട്ടോ. ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നടക്കുന്ന എല്ലാ A to Z കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോഴും പറയുന്നത് ക്ഷമിക്കുക. ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. നന്നായാലും ചീത്തയായാലും നിങ്ങൾ അറിയണ്ടേ. ബ്ലാക്ക് ഡാലിയ കുക്ക് ചെയ്യാറുണ്ട് എന്നും കൂടെ നിങ്ങൾ അറിയണ്ടേ. എല്ലാവരും വിചാരിച്ച് ഇതെങ്കിൽ കിടക്കുന്ന ഷൂട്ടിൽ കിടക്കുന്ന ആ ഒരു ക്യാരക്ടർ മാത്രം എല്ലാവരും കണ്ടിട്ടുള്ളൂ. വീട്ടിലിരിക്കുന്ന ബ്ലാക്ക് ഡാലിയ ആരും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ശരിക്കുള്ള ബ്ലാക്ക് ഡാലിയ. അപ്പോൾ നമ്മുടെ സാമ്പാർ കൂട്ടൻ ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. നീ സാമ്പാർ കൂട്ടണിലേക്ക് നമ്മൾ എന്ത് ചേർക്കണമെന്ന് അറിയോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ സാമ്പാർ കൂട്ടൻ തിളച്ച് ഈ സാമ്പാർ കൂട്ടനെ നമ്മളിതേ ഈ സാധനം എല്ലാവരും വീടുകളിലല്ലേ ലേശം എണ്ണ ഒഴിക്കാം. നമ്മളപ്പോൾ കാണിച്ച ഫ്ലവർ ഓയിൽ അത് ലേശം ഇങ്ങനെ ഒഴിക്കാം. അല്ലെങ്കിൽ ലേശം കടുകിടുക, കറിവേപ്പില. അതുപോലെ എൻ്റെ അടുത്ത് ചുവന്നമുളകില്ല, അതുണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നമുളക് ഇടണം നല്ലതാണ് കേട്ടോ. നോക്കാം, സൂപ്പറാണോ? നമ്മുടെ പ്രഷറോടെന്ന് പറഞ്ഞു എണ്ണ ചൂടായില്ല. മോള് തന്ന കാരണം കടുക് ചേർത്ത്. അസിസ്റ്റന്റ് പറയുമ്പോൾ നമ്മളത് അനുസരിക്കാന്നാണല്ലോ. ചൂടാണ് കിച്ചണിൽ ഭയങ്കര ചൂടാണ്. ആരും പ്രതീക്ഷിക്കരുത് പണിയെടുക്കാത്ത ഞാനൊന്നും വിചാരിക്കരുത്. പണിയെടുക്കുക, ഡെയിലി പണിയെടുക്കണം. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയ 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 പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതായിരിക്കും. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ഞാൻ എന്താണ് വേണ്ടേ, നമ്മുടെ സ്വന്തം കറി ലീവ്സ് എന്നും പറയും, കറിവേപ്പില എന്നും പറയും. പിന്നെ നമ്മുടെ മല്ലിയില എടുക്കുക. പിന്നെ നമ്മുടെ സാമ്പാറിന് നമ്മൾ ഫൈനൽ ഒരു ഇത് ചേർക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല മല്ലിയില ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുപരി തന്നെ നമ്മുടെ വയറിന് ഹെൽത്തിന് നമുക്ക് നല്ലതാണ് മല്ലിയില. പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുണ്ട് മല്ലിയില യൂസ് ചെയ്യണം, അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അതിൻ്റെ ആ രുചി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് പല ഇതും കേട്ടിട്ടുണ്ട്. പക്ഷേ മല്ലിയിലയ്ക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്കത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഞാനിവിടെ മല്ലിയില യൂസ് ചെയ്യും. ഒന്ന് കഴുകിത്താട്ടെ. അപ്പം മല്ലിയില യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെൽത്തിന് നല്ല കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ദഹനം കാര്യങ്ങളെല്ലാം മല്ലിയില ഉണ്ട്. അതുണ്ടെന്നാണ് അതുണ്ടെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. നമുക്ക് വയറിന് നല്ലതാണ്. നമുക്ക് ഡൈജഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അതുപോലെ ഒരു ശകല മല്ലിയില ചേർത്താൽ മതി, കറക്റ്റ് ഒരു ടേസ്റ്റ്. എനിക്ക് മല്ലിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. മല്ലിയില ഞാനിങ്ങനെ നമ്മുടെ ഇതിന് ചില ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ സലാഡിനൊക്കെ ഇട്ടുതരില്ല. എനിക്കത് വെറുതെ തിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പറഞ്ഞതാക്കല്ല നമ്മുടെ ഞാൻ ഇത് കൂമ്പായ കരിവേപ്പിലാട്ടോ ഇവിടെ കിട്ടിയത്, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ഊരി എടുത്തിട്ടില്ല. ഞാൻ തണ്ടുൾപ്പെടെയാണ് ഇട്ടുള്ളത്. തണ്ടുൾപ്പെടെ ഇടുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ്, അത് ആ ഒരു സ്മെല്ല് വേറെ ഒരു സ്മെല്ലാണ്. അപ്പം നമ്മുടെ സാമ്പാർ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, വെറും സാമ്പാർ. പിന്നെ ആ കാണിച്ച സാധനം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കെന്തായാലും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എനിക്കത് ആദ്യമൊക്കെ ഇത് ഭയങ്കര ഇതായിരുന്നു. തമിഴ്നാട്ടിലും കന്നഡ സൂപ്പർ, അവരൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. അവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാത്തിലും അവർ ഇൻക്ലൂഡ് ചെയ്യണം. അവരവിടെ സാമ്പാർ വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ സാമ്പാർ വെക്കണേ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലൊരു സാമ്പാർ വെച്ച് നോക്കിയതാണ്. തിരക്കേടില്ല, കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമല്ല കേട്ടോ. സ്വന്തം കഴിച്ചിട്ട് അഭിപ്രായം പറയാനല്ല, കുഴപ്പമില്ല. നമ്മുടെ കപ്പങ്ങയ്ക്ക് ഇച്ചിരി ഉപ്പാവാം. നമ്മുടെ എല്ലാ കൈക്കടക്കടവേ നോക്കണ്ടാവും. പിന്നെ നമ്മളാരും കുക്കിംഗ് പഠിപ്പിച്ചോന്നല്ല കേട്ടോ.
എല്ലാം എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. കുറേയൊക്കെ സംശയങ്ങൾ വരുമ്പോൾ യൂട്യൂബിൽ നോക്കും. പിന്നെ അമ്മ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അമ്മ ചേച്ചിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റൈലായിരിക്കില്ല, വേറെ സ്റ്റൈലായിരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഞാൻ മീൻകറി ഉണ്ടാക്കിയാലും ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, നീ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതൊന്നും മീൻകറി ടേസ്റ്റ് ഇല്ല. ഇത് ഞാൻ പറയും അന്ന് ഉണ്ടാക്കിയ മീൻകറിയുടെ സ്റ്റൈൽ ഇന്നോട് ചോദിക്കരുത്, അത് ഉണ്ടാക്കിയാൽ അതുപോലെ ഇരിക്കണേ വെള്ളം. അപ്പോൾ ഫൈനലായിട്ടതേ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാണ്, അഥവാ അത് ഇംഗ്ലീഷുകാരൊന്നും തനി മലയാളിയില്ലേ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ സ്വന്തം മല്ലിച്ചപ്പ് ഇട്ടു. മതിയുടെ ഞാൻ അവിടെ വെച്ചേ, ഒത്തിരി വേണ്ട. ഒത്തിരി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കണ്ടോ, കണ്ട എൻ്റെ സാമ്പാർ കണ്ടോ, കണ്ട. അപ്പം എൻ്റെ തോരൻ നോക്കിയാൽ വെച്ചു. പിന്നെ എൻ്റെ മോളെ കുറിച്ച് അറിയാൻ പാടില്ലല്ലോ. എൻ്റെ മോള് ഫുഡ് കഴിക്കാൻ ഭയങ്കര, അത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മോളാണ്. അപ്പോൾ അവൾക്ക് തന്നെ ഞാനിത് കൊടുക്കാൻ പോവാണ്. അവളുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ദേ സാമ്പാർ, തോരൻ, പിന്നെ ദേ സൈഡിലൊരു മീൻ വറുത്തത്, പിന്നെ ഒരു മാങ്ങാച്ചാറ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എൻ്റെ മോക്ക് ഞാൻ കൊടുക്കാൻ പോവാം. അപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾ കണ്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. അവൾ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. ഞാൻ അങ്ങനെ വാരി കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ഇന്ന് എൻ്റെ മോക്ക് ഞാൻ വാരി കൊടുക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഏതായിട്ടാണ് ഇഷ്ടപ്പെട്ടെ? രണ്ടും ഇഷ്ടമായോ? അപ്പോൾ ഗൈസ്, ഇനി ഞാൻ എൻ്റെ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ സാധനം കിട്ടുവാണെങ്കിൽ, അതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല സാധനത്തിൻ്റെ, ആ സാധനം കിട്ടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. സാമ്പാർ, നമുക്ക് സാമ്പാറോ നമുക്ക് എന്താണോ വയ്ക്കാൻ തോന്നുന്നത്, ഉണ്ടാക്കുന്ന കറിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഞാനിപ്പോൾ തന്നെ നാട്ടിൻപുറത്ത് കിട്ടുന്ന സാമ്പാറാണ് കേട്ടോ. നമ്മൾ വേറെ അഡീഷണൽ കഷ്ണങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. താഴെക്കൂടി ചേർത്തേക്കണത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ ഇനി ഒത്തിരി നേരം വീഡിയോ എടുത്ത് കുളമാക്കുന്നില്ല, കുക്ക് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ കുക്കിംഗ് വീഡിയോയും വേറെ എന്തെങ്കിലും വ്ളോഗും അതേപോലെ ട്രാവലിംഗ് വ്ളോഗും കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ.